ഹായ് ടു ഓൾ. ഞാൻ ഇന്നൊരു ഹൊറർ കാറ്റഗറിയിൽ പെടുന്ന ഒരു പുസ്തകമാണ് നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഷിനു എം.എസ് എഴുതിയ ജഹന്ന ദ റൈസ് ഓഫ് മാർത്ത എന്ന് പറയുന്ന ഒരു പുസ്തകമാണിത്. ഇത് ഈ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഇത് സെക്കൻഡ് പാർട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. നമ്മൾ ഇതുവരെ വായിച്ചുള്ള ഹൊറർ ഫാൻറ്റസി സ്റ്റോറികളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എഴുത്തിൻ്റെ രീതിയാണ് ഷിനു എം.എസ് ഈ ഒരു നോവലിന് വേണ്ടി എടുത്തിരിക്കുന്നത്. മലയാള ഹൊറർ ഫാൻറ്റസി ചരിത്രത്തിലെ ഒരു വിപ്ലവമാണ് ജഹന്ന എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഒരു ഹോളിവുഡ് ഫിലിം കാണുന്ന രീതിക്ക് നമുക്ക് ഈ ഒരു പുസ്തകം വായിച്ചിരിക്കാം. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ ഒരു നോവൽ ദഹിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഈ വയലൻസ് ഒന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കും ഭയങ്കര രക്തച്ചൊരിച്ചിലൊക്കെ കണ്ടാൽ തലകറങ്ങുന്ന ആൾക്കാർക്കൊന്നും ഈ ഒരു പുസ്തകം ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയുള്ള രീതിക്കാണ് ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇതിലെ പല രംഗവും വളരെ വലിയ വയലൻസ് ഒക്കെ ഉള്ളതാണ്. ഭയങ്കരമായിട്ടുള്ള വയലൻസ് ഒക്കെ ഉള്ള പല സീനുകളും ഈ ഒരു പുസ്തകത്തിലുണ്ട്. അതുപോലെ തന്നെ എവിടെ നോക്കിയാലും രക്തം ചീറ്റലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എഴുതിയിട്ടിരിക്കുന്നത്. പക്ഷെ അതൊക്കെ ഈ ഒരു കഥയ്ക്ക് അത്യാവശ്യമായ കാര്യങ്ങളാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പിശാചി മനുഷ്യന് നൽകിയ പാപങ്ങളുടെ പുസ്തകത്തെ കേന്ദ്രീകരിച്ചാണ് കഥ വികസിക്കുന്നത്. ആ പുസ്തകം കൈവശം വയ്ക്കുന്നവർക്ക് സമ്പത്തും പ്രശസ്തിയും ലഭിക്കുമെങ്കിലും അതിന്റെ ഉപയോഗം അവരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. വലിയൊരു യുദ്ധത്തിന് തുടക്കം കുറിച്ചാണ് എഴുത്തുകാരൻ തന്റെ ആദ്യ പുസ്തകം അവസാനിപ്പിക്കുന്നത്. മാർത്തയുടെ ഉദയം പൂർണ്ണമാവുക രണ്ടാം ഭാഗത്തിലായിരിക്കും. ഇതിന്റെ രണ്ടാം ഭാഗത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പുസ്തകം വായിച്ച് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഈ എഴുത്തുകാരന് മെസ്സേജ് അയക്കുകയാണ്, സെക്കൻഡ് പാർട്ട് എപ്പോൾ വരും എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം അത്രയ്ക്ക് ത്രില്ലിങ്ങിലാണ് ഈ ഒരു പുസ്തകം അവസാനിപ്പിച്ചത്. ഒരിക്കൽ കൂടെ പറയട്ടെ, ഈ ഒരു പുസ്തകം എല്ലാവർക്കും വായിക്കാൻ പറ്റിയ ഒന്നല്ല. വയലൻസും രക്തച്ചൊരിച്ചിലൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർ ദയവ് ചെയ്ത് ഈ പുസ്തകം സ്കിപ്പ് ചെയ്യുക. ശക്തമായ ഒരു മനസ്സും ഫാന്റസിയോടൊക്കെ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഈ ഒരു പുസ്തകം വായിക്കുക. ഒരിക്കലും വായന തുടങ്ങിയാൽ പിന്നെ ജഹന്നയുടെ ഈ ലോകത്ത് നിന്നും നമുക്ക് ഇറങ്ങി വരാൻ ഭയങ്കര പാടായിരിക്കും. ഇത് ഫുള്ളാക്കാണ്ട് നമുക്ക് ഈ ഒരു കഥയിൽ നിന്നും പുറത്തു വരിക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. ഞാൻ തന്നെ ഈ ഒരു പുസ്തകം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ച് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പോയിട്ട് അവിടുന്ന് വന്ന് പിന്നെയും ഞാൻ ഇത് വായിച്ച് തീർക്കാൻ വേണ്ടി ഞാൻ മാക്സിമം നോക്കിയിട്ടുണ്ട്. കാരണം വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥയില്ല. ഇനി എന്ത് സംഭവിക്കും എന്നൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആകാംക്ഷയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു രീതിക്കാണ് ഇതിൻ്റെ എഴുതി. പുസ്തകം വായിക്കാൻ പോകുന്നവരോടാണ് ഈ ഒരു വായന നിങ്ങളെ ഒരിക്കലും നിരാശരാക്കില്ല. ആ ഇരുണ്ട ലോകത്തിലേക്കുള്ള യാത്ര നിങ്ങളെ കൂടുതൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ത്രില്ലടിപ്പിച്ചുകൊണ്ട് തന്നെയിരിക്കും. ഈ ഒരു പുസ്തകത്തിലൂടെ ഷിനു എം.എസിന്റെ വരികളിലൂടെ ഈ പുസ്തകത്തിന്റെ ഭീകരതയും മാർത്തയുടെ ഉദയവും നിങ്ങൾ എന്നെ അനുഭവിച്ചറിയുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതിന്റെ രണ്ടാം പാർട്ടായി പെട്ടെന്ന് തന്നെ ഇറക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഉടൻ വരും എന്നൊക്കെ പറയുന്നത് കേട്ടു. ആ ഒരു പുസ്തകത്തിന് വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ്.